ഹായ് ഹലോ പ്രാന്തന വട്ടമേശയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ആഴ്ചയിലെ 3 സിനിമകൾ ഫൂട്ടേജ്, പാലും പഴവും, ഹണ്ട്, 3 നായികമാരുടെ സിനിമകൾ ഒരുമിച്ച് ഇറങ്ങിയ ഒരു ദിവസമാണ്. അങ്ങനെ ഒരു പ്രത്യേകതയാണ് ഈ ആഴ്ചയിലെ റിലീസിനുള്ളത്. സോ ഇതിൻ്റെ റിവ്യൂ നമ്മുടെ ഈ വട്ടമേശയിലൂടെ വീണ്ടും പറയുകയാണ്. സോ ആദ്യം നമുക്ക് ഫൂട്ടേജിൻ്റെ റിവ്യൂ തന്നെ കേൾക്കാം. ജിബിനാണ് ഇവിടെ ഫൂട്ടേജ് കണ്ടിട്ടിരിക്കുന്നത്. ജിബിൻ, എങ്ങനെയുണ്ട് ഫൂട്ടേജ്? ഫുട്ടേജ് നമ്മൾ മലയാളത്തിൽ ഇതുവരെ കാണാത്ത ഒരു സിനിമയാണ്. ഫൗണ്ട് ഫുട്ടേജ് ജോണറിൽ ഇറങ്ങിയൊരു സിനിമയാണ്. സാജു ശ്രീധരനാണ് ഇതിൻ്റെ സംവിധായകൻ. സാജു ശ്രീധരൻ നമുക്കറിയാം, മായാനദിയുടെ എഡിറ്ററാണ്, കുമ്പളങ്ങി നൈൻസിൻ്റെ എഡിറ്ററാണ്. അപ്പോൾ ഇതും നല്ല സിനിമകളുടെ ഒക്കെ എഡിറ്ററായി വർക്ക് ചെയ്ത ഒരാളാണ് സാജു ശ്രീധരൻ. പുള്ളി ആദ്യമായിട്ട് സംവിധായകൻ എന്നൊരു സിനിമയാണ്. അതും ഇങ്ങനെ ഒരു ജോണർ തിരഞ്ഞെടുത്ത് തന്നെ പുള്ളിക്ക് കൈയടിക്കണം പറ്റും. നമ്മൾ ഭയങ്കര ടെക്നിക്കലി ബ്രില്യൻ്റ് ആയ ഒരു സിനിമയാണ്. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് കാണേണ്ട ഒരു സിനിമയാണ്. കണ്ട് എന്താ പറയുക, ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. തിയേറ്റർ വാച്ച് തന്നെ വേണ്ട. പിന്നെ ഇതിൽ എടുത്തു പറയുന്നത് മഞ്ജു വാര്യരുടെ ഒരു പ്രകടനമാണ്. മഞ്ജു വാര്യർ ഇതുവരെ കരിയറിൽ ചെയ്യാത്ത തരം ക്യാരക്ടറാണ്. ഭയങ്കര ക്യൂരിയസ് ആയ ഒരു ക്യാരക്ടറാണ്. എല്ലാവരും കണ്ട് അനുഭവിക്കേണ്ട ഒരു മഞ്ജുജിയുടെ ആ ക്യാരക്ടറാണ് ഓരോ സീനിലും ആ ടെൻഷൻ ബിൽഡ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഭയങ്കര ഒരു ക്യൂരിയസ് ആണ് ഈ സിനിമ മൊത്തം. എന്താണ് ആ ക്ലൈമാക്സിൽ എന്ത് സംഭവിക്കും, ഇവരെന്തിനീ ഫോൺ ഫുട്ടേജ് ജോണർ തിരഞ്ഞെടുത്തു എന്നുള്ള ഇത് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് അല്ലാതെ നോർമലായിട്ട് ഈ സിനിമ പറയാം, പക്ഷേ ഇത് ഫോൺ ഫുട്ടേജ് ജോണറിൽ തിരഞ്ഞെടുത്താണ് ഈ സിനിമയുടെ വിജയം എന്ന് ഞാൻ പറയുള്ളൂ. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതുവരെ കാണാത്ത തരം സിനിമയായിട്ട് നമുക്ക് അനുഭവിക്കണം സിനിമ കാണുമ്പോൾ. മലയാളത്തിൽ പിന്നെ ഇപ്പൊ എക്സ്പെരിമെന്റൽ സിനിമകളുടെ കാലം കൂടെയാണ്. അപ്പോൾ ഇതും അതിന്റെ ഫൗണ്ട് ഫുട്ടേജ് എന്നൊരു എക്സ്പെരിമെന്റ് ആവുകൊണ്ടാണ് ഇങ്ങനെ ഒരു ജോണർ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. ഇത് സൈക്കോളജിക്കൽ എലമെന്റ്സ് വരുന്നുണ്ട്. പറഞ്ഞ പോലെ ഭയങ്കര സസ്പെൻസ് ത്രില്ലറായിട്ടും വേണമെന്ന് കാണാം. ഒരു റിവെഞ്ച് വരുന്നുണ്ട്. എല്ലാം മിക്സഡ് ആണ് ഇതിൽ. അത് പറഞ്ഞപ്പോഴാണ് വിശാഖിന്റെയും ആക്ഷൻ വരുന്നുണ്ട്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി ഭയങ്കര ടോപ്പ് നോച്ച് ആയിട്ടുള്ള വർക്കാണ് ഫുട്ടേജ് എന്ന് വേണം. ഇതിൽ പിന്നെ ആക്ടേഴ്സ് മഞ്ജു കഴിഞ്ഞ വിശാഖ് നായരും എടുത്തു പറയേണ്ട ഒരു ലിമിറ്റഡ് ക്യാരക്ടേഴ്സ് സിനിമയിലുള്ളൂ. 3 പ്രധാന കഥാപാത്രങ്ങൾ, പിന്നെ സൈഡായിട്ട് കുറച്ച് ആളുകൾ വന്നു പോകുന്നുണ്ട്. പക്ഷേ മെയിൻലി 3 ക്യാരക്ടേഴ്സിനെ കാണിച്ചാണ് സിനിമ പോകുന്നത് മൊത്തം. അവർ ട്രാവല്, അവരെന്തിനു പോകുന്നു, അങ്ങനെ ഒരു സംഭവമാണ്. പിന്നെ ഇവർ വ്ളോഗേഴ്സായ 2 പേരാണ് ഇവർ, ഈ ഗായത്രിയും പറഞ്ഞ പോലെ വിശാഖും അവതരിപ്പിച്ചിട്ടുള്ളത്. അവരെ വ്ളോഗിങ്ങിലുള്ള ഫുട്ടേജുകളാണ് ഈ സിനിമയെ മൊത്തം കാണിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ക്യാരക്ടറിൻ്റെ ക്യാമറയിലെ ഫുട്ടേജും, സെക്കൻഡ് മറ്റൊരാളുടെ ക്യാമറയിലെ ഫുട്ടേജാണ്. അങ്ങനെ അതിൻ്റെ ഇൻ്റർവൽ ബ്ലോക്കൊക്കെ ഭയങ്കര കിടിലം ഇൻ്റർവൽ ബ്ലോക്കാണ്. ഇതിലിപ്പോൾ സിനിമ കാണാത്ത ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എല്ലാവർക്കും ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഡൗട്ട് വന്നു, ഈ ഒരു ട്രെയിലറിന് കാണുമ്പോൾ ലാഗ് വരുമോ ഇങ്ങനത്തെ രീതിയിൽ എടുക്കുന്നത് കൊണ്ട്? അങ്ങനത്തെ ഒരു സാധനം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു ലാഗോ അങ്ങനെ എന്തെങ്കിലും, അതോ ഫുള്ളി എൻഗേജ്ഡ് ആയിട്ട്? ലാഗർ സിനിമ കുറച്ച് സ്ലോ ആണ്, പക്ഷേ അത് ഈ സിനിമ അങ്ങനെ പറയുമ്പോഴേ അതിൻ്റെ രസം ഉണ്ടാവും. പക്ഷെ അതങ്ങനെ പതുക്കെ കയറി പോകുന്നൊരു സിനിമയാണ്. പിന്നെ ഇത് സിനിമ കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഫൗണ്ട് ഫുട്ടേജ് സിനിമയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോകണം. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ കൊമേഴ്ഷ്യൽ സിനിമ കാണാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നിരാശ തോന്നും. ഇതൊന്നും ഇങ്ങനൊരു സിനിമ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഒരു എക്സ്പെരിമെൻ്റൽ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ്. അഡൾട്ട് മൂവിയാണ്. അപ്പോൾ 18+ ആളുകൾ മാത്രം പോയി തിയേറ്ററിൽ കാണാമെന്നാണ് പറയാനുള്ളത്. സെക്ഷൽ കണ്ടൻസ് ഉണ്ട്, കുറച്ച് വയലൻസ് ഉണ്ട്. എന്തായാലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ ടിക്കറ്റ് പ്രൈസ് എന്തായാലും മുതലാവുന്നൊരു സിനിമയാണ് ഫുട്ടേജ്. അതെ, ഇപ്പം എന്തായാലും തിയേറ്റർ വാച്ചിനുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മഞ്ജു വാര്യരുടെ ഒരു പെർഫോമൻസും ഒക്കെ ചേർന്ന ഒരു അടിപൊളി സിനിമയാണ്. എന്തായാലും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. ആൻഡ് അടുത്തത് നമ്മുടെ ഇപ്പം മഞ്ജു വാര്യരുടെ കഴിഞ്ഞു, അടുത്തതിന് മീര ജാസ്മിൻ്റെ പാലും പഴം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അഡൽട്ട്, ഇപ്പോൾ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ഒരു സിനിമ ഇറങ്ങിയപ്പോൾ കുട്ടികളെയും എല്ലാവരെയും എല്ലാ പ്രായക്കാർക്കും ചെന്ന് കണ്ട് ചിരിക്കാൻ പറ്റുന്നൊരു സിനിമയാണ് പാലും പഴം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 3 നമുക്കൊക്കെ പ്രൗഡായിട്ട് തോന്നുന്ന ഇപ്പം 3 മഞ്ജു വാര്യർ, മീര ജാസ്മിൻ, ഭാവന, ഇവരുടെ 3 പേരുടെയും എനിക്കതിൽ പ്രത്യേകം ഞാനത് ഈ സിനിമയുടെ ഭാഗമല്ലാണ്ട് എടുത്ത് പറയുന്നത് വെച്ചാൽ ഇവർ 3 പേരും കുറേ കാലങ്ങളായിട്ട് സിനിമയിലുള്ള ആൾക്കാരാണ്. പുതിയത് വന്ന 3 നായകന്മാർ അങ്ങനെയൊന്നും അല്ലാണ്ട് അതായത് ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. സീനിയർ ആയവരെല്ലാവരും ഇപ്പോഴും നിൽക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഇപ്പോഴും പണ്ടും ഇപ്പോഴും ഒരേപോലെ തന്നെ ഇങ്ങനെ നിൽക്കുന്ന അതേ ഇതിൽ തന്നെ നിൽക്കാൻ പറ്റുന്ന 3 നായകന്മാരുടെ സിനിമയാണെന്നുള്ളതാണ്. പാലമ്പഴത്തേക്ക് വരുമ്പോൾ നമുക്കെല്ലാം അറിയാം, VK പ്രകാശ് എന്ന് പറയുന്ന ആളാണ് ഡയറക്ടർ. ആളുടെ ഇതിന് മുമ്പുള്ള ജോണർ നോക്കുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ, അങ്ങനെ ഇതൊക്കെ കുറച്ചുകൂടെ സീരിയസ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതിനൊക്കെ വെറൈറ്റി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്ക് പാലുമ്പഴം വന്നിട്ടുള്ളത്. ഫുള്ളി ഒരു റൊമാൻറ്റിക് കോമഡി ജോണറിലാണ് ഈ സിനിമ വരുന്നത്. അതിൻ്റെ മൊത്തത്തിലുള്ള സ്റ്റോറി നമുക്ക് ട്രെയിലറിന് ആ ഒരു സാധനം കിട്ടും. എന്താണ് പ്രായത്തിൻ്റെയാണ് അത്. ഏജ് കൂടിയ ഒരാൾ, ഭയങ്കര ഏജ് കുറഞ്ഞ ഒരാളുമായിട്ടുള്ളൊരു പ്രണയം, കല്യാണം, ഒരു ഫേസ്ബുക്ക് പ്രണയം, അതൊക്കെ നമുക്ക് ട്രെയിലറിൽ തന്നെ മനസ്സിലാവണം.
അതിന് ശേഷമുള്ളതാണ് അതിൽ വലിയ വരുന്ന കഥ. അതിന് ശേഷം ഇവർ കുറേ ഫേസ് ചെയ്യുന്ന കാര്യം അതിൽ തന്നെ ഒരുപാട് നമ്മുടെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏജ് മാത്രമല്ല, അതിലേക്ക് ജോലി, ഒരു സ്ത്രീക്ക് ജോലി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ പാഷനും നമ്മൾ വീട്ടുകാരുടെ നിർബന്ധത്തിൽ പഠിക്കേണ്ടി വരുന്ന സാധനം, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. മെയിൻലി ഇതാണ് തീം വരുന്നത്. ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കുന്നു, അതിന് ഇവരുടെ കുടുംബക്കാർ, ബാക്കി ഉണ്ടാകുന്ന സമൂഹം ഇവരെ പിന്നെ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത്, അതൊക്കെ ഭയങ്കര കോമഡി രീതിയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് മീര ജാസ്മിൻ അശ്വിൻ കോംബോ ആകുമ്പോൾ ഇവർ തമ്മിൽ വർക്കാവൂ എന്നുള്ളൊരു ഇതിങ്ങനെ സ്ക്രീനിൽ ആ ഒരു സംഭവം വരും. ഇവർ രണ്ടുപേരും എങ്ങനെ തോന്നുന്നുള്ളൊരു സംഭവം. പക്ഷെ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഇവർ തമ്മിൽ ഭയങ്കര കെമിസ്ട്രി ഉള്ള പോലെ തോന്നും. നമുക്ക് ആ ഏജൊക്കെ നമ്മൾ മറന്നു പോകും. അതിൽ തന്നെ എനിക്ക് പെർഫോമൻസിൽ ഇപ്പം പറഞ്ഞ പോലെ കസ്തൂരിമാനിലും പണ്ട് നമ്മൾ ചിരിച്ച് കളിച്ച് ഓടി നടന്ന ഒരു മീര ജാസ്മിൻ എന്നുള്ള പറയുന്ന നായകൻ അതേപോലെ ഇങ്ങോട്ട് അതിന് ശേഷം തോന്നുന്നു എനിക്ക് ഈ അമ്മ റോളുകളാണ് കുറച്ച് സീരിയസ് ടൈപ്പുള്ള റോളുകളാണ് മീര ജാസ്മിൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പം അതിന് മാറി കുറച്ച് കുറുമ്പും കുറച്ച് വാശിയൊക്കെ അശ്വിനെല്ലാം കണ്ടു കളന്ന് ശീലിച്ച ആ ഒരു മീര ജാസ്മിൻ നമുക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. അശ്വിനും എനിക്ക് തോന്നുന്നു ഇത്രയും കാലം അഭിനയിച്ചതിൽ കരിയറിലെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ളത് ഇതാന്ന് പറയാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ തിയേറ്റർ വാച്ച്, അതിൻ്റെ മ്യൂസിക്, എനിക്ക് പാട്ട് ഓരോ സൈഡിലും ഇവർക്ക് കല്യാണം കഴിയുമ്പോഴും ഒരു അബദ്ധ സ്ഥാനത്തിൽ വരുന്നൊരു പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും തിയേറ്ററിൽ നിന്ന് തന്നെ കാണുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക ബീറ്റൊക്കെ ഇതാക്കിയിട്ട് കേൾക്കുമ്പോഴാണ് ആ ഒരു തിയേറ്റർ വാച്ച്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇറങ്ങുന്ന കുറേ കോമഡി സിനിമകൾ ഈ കോമഡിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ചില സീൻസ് ഉണ്ടല്ലോ, ഇതിൽ ആ സാധനമില്ല. നമുക്ക് ഇപ്പോൾ റയറായിട്ട് ഈ കൗണ്ടറിൽ നാച്ചുറലി വരുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ സിനിമ കണ്ട് ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ജോയിസിനോട് ഞാൻ ഷെയർ ചെയ്തു, എനിക്കതിൽ കോമഡി കൊടുത്ത 1-2 സാധനത്തിനേക്കാളും എനിക്ക് ഇഷ്ടമായത് ഇവർ മെയിൻ നായകനും ഫ്രണ്ടും കൂടെ അപ്പുറം സംസാരിക്കുമ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ചർച്ച നടക്കുന്നുണ്ട്. അവര് തമ്മിൽ അവിടെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. ഒരു മീൻ പിടിക്കുന്നതിൽ അവര് അങ്ങോട്ടും ചുമ്മാ സംസാരിക്കുന്ന സാധനം കേൾക്കുമ്പോഴാണ് നമുക്ക് ചിരി വരും. ഷമീർ ആണ്, ഷമീറിന്റെ ഒക്കെ ഡയലോഗ്സ് ആ ഒരു നോർമലായിട്ട് നമ്മൾ ഈ പറയുന്ന സാധാ ഡയലോഗ് പറയുന്നതിൽ അതില് ഒരുപാട് ചിരിക്കാനുണ്ട്. ഓക്കെ, അപ്പം തുടക്കം മുതൽ അവസാനം വരെ ചിരിക്കാൻ പറ്റിയൊരു സിനിമയാണ് പാലും പഴവും. മീര ജാസ്മിൻ്റെ പെർഫോമൻസും എല്ലാം കൊണ്ടും ഒരു ചിരി വരുന്ന ഒരു കേൾക്കുന്ന ഒരു സിനിമ തന്നെയാണ്. നമ്മളൊരു ഫൗണ്ട് ഫുട്ടേജ് ഓണർ, ഒരു കോമഡി ഡ്രാമ, ഇതൊരു ഹൊറർ സൈക്കോളജിക്കൽ ത്രില്ലറാണ്, ഒരു മെഡിക്കൽ ഡ്രാമ ഒക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഷാജി കൈലാസിൻ്റെ മുൻപുള്ള പടം ലോണ്, കടുവ, ചിന്താമണി ഒരു മെഡിക്കൽ, അതെ അതെ, ആ അതുമായിട്ട് ഇപ്പം ഞാൻ അല്ലാണ്ടും കുറച്ചിങ്ങനെ കേട്ടു ആ സിനിമയായിട്ട് ചെറിയ സാമ്യമുണ്ട് എന്നൊക്കെ. പക്ഷെ എനിക്ക് കണ്ടിട്ട് അതുമായിട്ട് സാമ്യമുള്ളതായിട്ടല്ല എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ടും മെഡിക്കൽ ഫീൽഡിൽ നിന്ന് പറയുന്ന 2 കഥകളാണ്. പക്ഷെ അത് ഒരേ രീതിയിലോ അല്ലെങ്കിൽ ഒന്നായിട്ട് സിമിലർ ആണെന്നോ അങ്ങനെയൊന്നും ഇല്ല. അത് ഞാൻ ആദ്യമേ അങ്ങ് വ്യക്തമാക്കിയതാ. ഈ ചിന്താമണി കൊലക്കേസും ഹണ്ടും തമ്മിൽ അങ്ങനെ വലിയ ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡിൽ നടക്കുന്ന കഥയാണ് എന്ന് വെച്ചാൽ രണ്ടും സിമിലർ ആവണമെന്നില്ല. ഓക്കെ, ഒന്നത്. പിന്നെ നമ്മൾ സിനിമയിലൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ ഷാജി കൈലാസിന്റെ മുൻപുള്ള സിനിമകളിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. ഇതിൽ കൂടുതലും പാരാസൈക്കോളജിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. പാരാസൈക്കോളജിയെ പറ്റി സംസാരിക്കാൻ വരുന്നത് നമ്മുടെ രഞ്ജി പണിക്കറാണ്. അദ്ദേഹം സൈക്കോളജിസ്റ്റാണ്, പാരാസൈക്കോളജിയിലാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ചുറ്റുമുള്ള നെഗറ്റീവ് എനർജിയെ നമ്മൾ മറ്റേ ഇലക്ട്രോമാഗ്നറ്റിക് പവർ വെച്ചിട്ടൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ടല്ലോ, അത് പലരും ആർക്കും അറിയില്ല, പലർക്കും അങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളൂ. അപ്പോൾ ആ ഒരു സാധനത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസും ഒക്കെ പറയുന്നുണ്ട്. അപ്പം ഇതിനെ ഭാവന പിന്നെ എങ്ങനെ ഈ ഒരു സാധനത്തിന്റെ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. പിന്നെ കൂടുതൽ വിശ്വാസമില്ലാത്ത ഒരാളാണ് ഈ ആത്മാവിലോ സയൻസിൽ വിശ്വസിക്കുന്നുണ്ട്. സയൻസിൽ വിശ്വസിക്കുന്ന ആളാണ് മെഡിസിൻ എന്നുള്ള ഭാവന ചെയ്യുന്ന ക്യാരക്ടർ ഇതിലൊരു MBBS PG ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു കേസുമായിട്ട് ബന്ധപ്പെടുന്നു. ആ കേസ് പിന്നെ ഭാവന ത്രൂ അത് തെളിയിക്കപ്പെടുന്നു. ലൈക്ക് സ്റ്റോറി ലൈൻ പോകുകയാണെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള രീതിയിൽ തന്നെയാണ്. ആ കഥ അന്തരീക്ഷമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൽ വേറെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള അതിഥി നല്ലൊരു ക്യാരക്ടർ തന്നെ ചെയ്തിട്ടുണ്ട്. ചന്തുവിൻ്റെ ആണെങ്കിലും എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് നല്ലതാണെന്ന് മാത്രമേ പറയാനുള്ളൂ. ചന്തു, അതുപോലെ അനു മോഹൻ, അജ്മലും നല്ലൊരു വേഷം തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും
ലൈക്ക് നല്ലൊരു ഇമ്പാക്റ്റ് ഉള്ള ആ ഒരു കഥയ്ക്ക് ആവശ്യമായ ചില ഇപ്പം വെറുതെ ഒരു ക്യാരക്ടറിനെ കൊണ്ട് പ്ലേസ് ചെയ്യുക അങ്ങനെയല്ല, കഥയ്ക്ക് ആവശ്യമായ രീതിയിൽ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഭയങ്കര എൻഗേജിങ് ആണ്. അതായത് കഥ പിടിച്ചെടുത്തതാണ്, നോൺ ലീനിയർ ആയിട്ടാണ് ഇതിൻ്റെ കഥ പറയുന്നത്. പക്ഷെ എന്നാലും സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു ലാഗൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. ആ ലാഗ് ഒന്ന് ചിലപ്പോൾ ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും. എനിക്കത് പേഴ്സണലി എനിക്ക് ലാഗായിട്ടാണ് ഫീൽ ചെയ്തത്. ചിലപ്പോൾ സിനിമ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ലാഗ് ഇട്ടതായിരിക്കാം. പക്ഷെ അവിടെ ചില സ്ഥലത്ത് ആ ലാഗ് കാരണമാണോ എന്നറിയാൻ ചെറിയൊരു കൺഫ്യൂഷൻ പോലെയും തോന്നിയായിരുന്നു. പക്ഷെ പെർഫോമൻസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഭാവനയുടെ ആണെങ്കിലും അതിഥിയുടെയും എല്ലാവരുടെയും ഭയങ്കര ഒരു നല്ലൊരു പെർഫോമൻസും നമ്മൾ തിയേറ്ററിൽ അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വെച്ചിട്ട് കുറച്ച് പേടിക്കാനൊക്കെ ഹൊറർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ അത്ര അധികം അങ്ങോട്ട് പേടിക്കാനുമില്ല. കാരണം ഇതിനകത്ത് കൂടുതലും മെഡിസിൻ അല്ലെങ്കിൽ സൈക്കോളജി, പാരാസൈക്കോളജി എന്നുള്ളൊരു സാധനം കൂടെ ഇൻവോൾവ് ആയതുകൊണ്ട് നമ്മളങ്ങനെ പേടിച്ച് വിറയ്ക്കുന്നതോ എന്നുള്ള ആ രീതിയിലല്ല. സയൻസ് ഇതുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതും കൂടെ പറഞ്ഞു തരുന്നൊരു നല്ല സിനിമ തന്നെയാണ്. എല്ലാം കൊണ്ട് ഇപ്പം വിഷ്വലി നോക്കിക്കഴിഞ്ഞാലും മ്യൂസിക് നോക്കിയാലും എല്ലാം തിയേറ്ററിൽ പോയി നമുക്ക് ആ ഒരു വിഷ്വൽ എഫക്റ്റും സൗണ്ട് എഫക്റ്റും ഒക്കെ വെച്ച് തന്നെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പം ഇതൊക്കെയാണ് ഫൂട്ടേജും പാലും പഴവും ഹണ്ടും. 3 ഫീമെയിൽ, നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലെ 3 പവർഫുൾ ഫീമെയിൽ ആക്ടേഴ്സിൻ്റെ 3 സിനിമകൾ റിലീസായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ ലാലേട്ടനും മമ്മൂക്കയുടെ ഒക്കെ സിനിമ ഇറങ്ങുമ്പോൾ ഉള്ള നമ്മുടെ ആ ഒരു ആവേശമൊക്കെ ഇന്ന് തിയേറ്ററിൽ അത് കാണാനുണ്ടായിരുന്നു. 3 ഫീമെയിൽ ആർട്ടിസ്റ്റുകളുടെ സിനിമ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള. അപ്പോൾ എല്ലാവരും അത് തിയേറ്ററിൽ പോയി തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം 3 ജോണറിലുള്ള സിനിമകളാണ്. ഈ വീക്കെൻഡ് ഇനിയിപ്പം പിന്നെയും അവധിയൊക്കെ വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടൊക്കെ അവധിയും വരുന്നുണ്ട്. അപ്പോൾ കാണാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. എല്ലാവരും അപ്പോൾ പോയി തിയേറ്ററിൽ തന്നെ പോയി ഒന്ന് കണ്ടു നോക്കുക. ഇപ്പം മഞ്ജു വാര്യരുടെ ഫൂട്ടേജ്, അതുപോലെ മീര ജാസ്മിൻ്റെ പാലും പഴവും, ഭാവനയുടെ ഹണ്ടും തിയേറ്ററിൽ പോയി കാണുക. ഇതിനോടകം ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. കാണാത്തവർ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പം അടുത്ത ആഴ്ച മറ്റ് സിനിമയുടെ വിശേഷങ്ങളായി വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ബൈ.